ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 6th മാത്സ് വോളിയം, ക്ലാസ് 6 മാത്സ് ചാപ്റ്റർ 3 വോളിയം, അതിലെ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 40. പേജ് നമ്പർ 40ൽ 4 ബ്ലോക്കിൻ്റെ മെഷർമെൻറ്റ് വോളിയംസ് കാണാനുണ്ട്. അതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്ലോക്കിൻ്റെയൊക്കെ വോളിയം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് നോക്കൂ. ഫസ്റ്റ് ബ്ലോക്ക് 1 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ വോളിയം കാണാൻ നമുക്ക് അതിൻ്റെ ഫോർമുല അറിയാം അല്ലേ. ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രോഡക്ട്സ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പം വോളിയം ഈക്വൽ ടു എന്താണ്? ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അത് നമുക്കറിയാം. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതിനെയൊക്കെ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ നീളം നമ്മൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് നോക്കിയാൽ എന്താണ്? നമ്മൾ ലെങ്ത് കണ്ടു, വിഡ്ത്ത് കണ്ടു, ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വോളിയം ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു 4 ഇൻറ്റു 1. 7 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 28. 28 ഇൻറ്റു 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 28 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ക്യൂബിക് സെൻറ്റിമീറ്റർ 28 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആദ്യത്തെ ബ്ലോക്കിൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരാം. രണ്ടാമത്തെ ബ്ലോക്കിലും എല്ലാം തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വോളിയം കാണാൻ വളരെ സിമ്പിളാണ്. ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി നമുക്ക് കാൽക്കുലേഷൻ എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്, ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 6 ഇൻറ്റു 3 ഇൻറ്റു 3. 6 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഓക്കെ, 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 18 ആണ്. 18 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 54 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പം രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്യൂബ് നോക്കാം. മൂന്നാമത്തെ ബ്ലോക്ക് ഏതൊക്കെയാണ്? 5, 5, 5. മൂന്നും 5 ആണ്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഇതൊരു സ്ക്വയർ ക്യൂബാണല്ലേ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പം നമ്മൾ വോളിയം എങ്ങനെ കാണാം? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു മെഷർമെൻ്റ് ആണ്. 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഓക്കെ, 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 25. 25 ഇൻറ്റു 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 125 അല്ലേ. 25നെ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5 ഇൻറ്റു 5 25, ബാലൻസ് 2 ഇവിടെ എഴുതി. ഇനി 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 2 12. ഓക്കെ, 125. അപ്പോൾ 125 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ ആൻസറായി കിട്ടിയത്. ഇനി നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു പ്രോബ്ലം ഉള്ളൂ. അത് നാലാമത്തെ ബ്ലോക്കാണ്. നാലാമത്തെ ബ്ലോക്കിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 5, 5, 4. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ വോളിയം ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതുക. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ആണ്, വിഡ്ത്ത് 4 ആണ്, പിന്നെ എഗെയിൻ 5 ആണ്. 5 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 20. 20 ഇൻറ്റു 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 അല്ലേ. 100 ആണ്. 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് വോളിയം വരുന്നത്. അങ്ങനെ നമ്മൾ ആ 4 പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പേജ് 40 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടി ചെയ്യാം. അത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? സിമ്പിളാണ്. ലെങ്ത്തും തന്നിട്ടുണ്ട്, വിഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് 21 ഇൻറ്റു 15 ഇൻറ്റു 7 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ ആണ്. വോളിയം ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 21 ഇൻറ്റു 15 ഇൻറ്റു 7. ഓക്കെ, ആദ്യം നമ്മൾ 21നെയും 15നെയും ഇൻറ്റു ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസറിനെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, 21 ഇൻറ്റു 15. നോക്കൂ, 21 ഇൻറ്റു 15. ആദ്യം നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 5 ഇൻറ്റു 5 5, 5 ഇൻറ്റു 2 10.
ഇനി 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 2. ഇനി നമ്മൾ ആഡ് ചെയ്യണം 5 1 3. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 315 കിട്ടി. ഓക്കെ, 315 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 21 ഇൻറ്റു 15 ആണ് 315 കിട്ടിയത്. ഇനി നമ്മൾ 315 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 ഇൻറ്റു 5 എത്രയാണ്? 35. അതിൽ 5 എഴുതി 3 ഇവിടെ വെച്ചു. 7 ഇൻറ്റു 1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമ്മൾ ബാക്കി 7 + 3, 7നെ 3 കൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10 കിട്ടും. 10ൽ നമ്മൾ 0 ആണ് ഇടുന്നത്, ബാക്കി 1 ഇവിടെ തന്നെ എഴുതാണ്. 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് 21 ആണ്. 21നോട് ഈ ബാലൻസ് ഉള്ള ഒന്നും കൂടി കൂട്ടി, അപ്പോൾ എത്രയാണ്? 22 ആയി. ആ 22 ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇൻറ്റു ചെയ്യാൻ ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. അപ്പം 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇൻറ്റു ചെയ്യാൻ നമുക്ക് നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം ചാപ്റ്റർ വളരെ എളുപ്പമാണ്. ഇൻറ്റും ഡിവിഷനാണ് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം 21 ഇൻറ്റു 15 ഇൻറ്റു 7 ചെയ്തു. അപ്പം 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ്. an iron cube is of a side 8 cm. What is its volume? അപ്പോൾ അയൺ ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാം ഒരേപോലെ ഇരിക്കും അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കിവിടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താണ്? 8 തന്നെയാണ്, ഒരേ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കാണാനാണ് ഫസ്റ്റ് പാർട്ട്. ഇതിന് 2 പാർട്ടുണ്ട്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാം. അതിൽ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 8 ഗ്രാം വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന് എത്ര വെയിറ്റ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ്? അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ എഴുതാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ വോളിയം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വോളിയം ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 8 ഇൻറ്റു 8 ഇൻറ്റു 8. ഓക്കെ, 8 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 64. 64 ഇൻറ്റു 8. അപ്പം നമ്മൾ 64 ഇൻറ്റു 8 നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുകയാണ്. 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 32. അതിൽ 3 എഴുതി. 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. 48 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്. അപ്പം 51 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വോളിയം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിനൊരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? 1 ക്യൂബിക് സെൻറ്റിമീറ്ററിന് 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം? ഇവിടെ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്? ഇവിടെ 512 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അത് എത്ര? 1 ആണ് 8. അപ്പോൾ 5 1 2 എത്ര ഉണ്ടാവും? അപ്പോൾ നമ്മളത് കാണാൻ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വെയിറ്റ് ഈക്വൽ ടു വോളിയം ഇൻറ്റു വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇവിടെ വോളിയം 512 ആണ് ഇൻറ്റു 8. 512നെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 8 ഇൻറ്റു 2 എത്രയാണ്? 16 ആണ്. 1 ഇവിടെ എഴുതി. 8 ഇൻറ്റു 8 ഇൻറ്റു 1 8. 8 + 1 9. ഇനി 8 ഇൻറ്റു 5 എന്ന് പറയുന്നത് 40. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത് ഗ്രാമിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് ക്യൂബ്? നമുക്ക് വേണമെങ്കിൽ ഗ്രാമിൽ തന്നെ എഴുതാം. ഇനി നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 4096 ഗ്രാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കിലോഗ്രാം ആകുമെന്ന് പറയുമ്പോൾ 4 കിലോഗ്രാം 96 ഗ്രാംസ് ഉണ്ട്. അതെങ്ങനെ കിട്ടി? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 4096 ഗ്രാം ആണ്. അപ്പം 4 കിലോഗ്രാം 96 ഗ്രാം. ഓക്കെ, അപ്പം നമ്മൾ പേജ് നമ്പർ 40 ഫുൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. 4 ബ്ലോക്ക് തന്നിരുന്നു. ആ 4 ബ്ലോക്കിൻ്റെയും എന്ത് കണ്ടു? നമ്മൾ വോളിയം കണ്ടു അല്ലേ. 4 ബ്ലോക്കാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ വോളിയം കണ്ടു. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് അടക്കമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി നമ്മൾ പേജ് നമ്പർ 41 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ പേജ് നമ്പർ 41 ഈ ടേബിൾ ഫില്ല് ചെയ്യാനുള്ള പ്രോബ്ലം നമ്മുടെ എക്സ്പ്ലനേഷൻ അടക്കം ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോബ്ലംസും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
ക്ലാസ് 6 മലയാളം കേരളപ്പാഠിലെ യൂണിറ്റ് ഫസ്റ്റിലെ 3 ചാപ്റ്റർ അടുക്കള, ചട്ടിപ്പത്തിരി, അതേപോലെ തന്നെ കൊയക്കട്ട, ഈ 3 ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് പാഠഭാഗ പ്രവർത്തനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് മിഡ് ടൈം എക്സാമിനും അതേപോലെ തന്നെ ഫസ്റ്റ് ടേം എക്സാമിന്, അതായത് ഓണപരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന